അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. കുട്ടി. പരിചിതമായ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അപ്പുവേട്ട്. ഉച്ചക്കത്തേക്കുള്ള ഔഷധക്കഞ്ഞിയുമായിട്ടുള്ള വരവാണ്. ഒത്തിരി പ്രായമൊന്നുമുള്ള ആളല്ല. ഏറിപ്പോയാലൊരു 35 വയസ്സ്. ഒരു യാത്രയിൽ സ്വാമിജിയെ കണ്ടുമുട്ടി. അങ്ങനെ സ്വാമിജിയുടെ കൂടെ കൂടിയതാണത്രേ. ആശ്രമത്തിൽ കുഞ്ഞു കുഞ്ഞു കുടിലുകളായിട്ടാണ് ഓരോ രോഗിയും പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ആശ്രമത്തിലെ സ്വാമിയുടെ ശിഷ്യന്മാരാണ് പരിചാരകരാകുന്നതും. സ്ത്രീകൾക്ക് സ്വാമിനിമാരാണ്. സ്വാമിയുടെ കീഴിൽ വൈദ്യത്തിൽ പ്രാവണ്യം നേടിയവരാണ് ഇവരെല്ലാവരും. പരിചരിക്കുന്നത് കൂടാതെ മരുന്നുകൾ ഉണ്ടാക്കുവാനും ആഹാരം പാകം ചെയ്യുവാനും ഒക്കെ പ്രത്യേകം ആൾക്കാരുണ്ട്. ഇതിനോട് ചേർന്നുള്ള വനത്തിൽ താമസിക്കുന്ന ട്രൈബ്സാണ് മരുന്നുണ്ടാക്കുവാൻ ആവശ്യമായ പച്ചിലകളും തേനും ഒക്കെ എത്തിക്കുന്നത്. കുടിലിൽ ഒരു മുറിയും കുളിമുറിയും മാത്രമാണ് ഉണ്ടാകുക. കയറു വരിഞ്ഞ കട്ടിലിൽ തഴപ്പായ പോലെ എന്തോ ഒന്ന് വിരിക്കും. കട്ടിൽ കൂടാതെ രോഗിയുടെ സാധനങ്ങൾ സൂക്ഷിക്കുവാൻ ഒരു ഷെൽഫ് പോലെയൊന്നുണ്ട്. രോഗികൾക്ക് പ്രത്യേകം ഡ്രസ്സുമുണ്ട്. ചാണകം മെഴുകിയ നിലത്ത് പായ വിരിച്ചാണ് പരിചാരകർ കിടക്കുക. ആശ്രമത്തെക്കുറിച്ച് അപ്പുവേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് കൂടുതലും. കുടിൽ മുളയും പനയോലയും കൊണ്ട് പരമ്പരാഗതമായ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. കുടിലിന്റെ എണ്ണം അനുസരിച്ചുള്ള രോഗികളെ മാത്രമേ ഇവിടെ ചികിത്സിക്കാറുള്ളൂ. ഏകദേശം 50ഓളം കുടിലുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടിയുള്ളത്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെ ശുശ്രൂഷിക്കുന്ന അപ്പു അവന് ഒരു സഹോദരനോടുള്ള ഇഷ്ടമോ ബഹുമാനമോ ഒക്കെയാണ്. അതുകൊണ്ടാകും അപ്പുവേട്ടൻ എന്നുള്ള വിളിയിലേക്ക് പരിണമിച്ചത്. കാലും കൈയും ചെറുതായി ചലിപ്പിക്കാം, സംസാരിക്കാം. അതിനപ്പുറമുള്ള പ്രാപ്തി അവനായിട്ടില്ലായിരുന്നു. അപ്പുവേട്ടൻ ആശ്രമത്തിൽ തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കഞ്ഞി അവന് കോരിക്കൊടുത്തു. വെളുപ്പിന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കെടാവിളക്കിലേക്ക് എണ്ണയും തിരിയും പകർന്നു കൊടുത്ത് ദേവു പ്രധാന വാതിൽ തുറന്നു. മുറ്റത്തായി ഒരു പുതിയ കാറ് കിടക്കുന്നു. ഒരു നിമിഷം പുതുതായി വരുമെന്ന് പറഞ്ഞ ആളിനെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. അവൾ കാറിനടുത്തേക്ക് പോയി ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സിൽ കൂടി അകത്തേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റ് സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ടാണ് കിടപ്പ്. ഹൂഡി കൊണ്ട് തല കവർ ചെയ്തേക്കുന്നത് കൊണ്ട് ചെരിഞ്ഞു കിടക്കുന്നത് കൊണ്ടോ ലോങ് ഡ്രൈവ് ചെയ്തു വന്ന ക്ഷീണത്തിൽ ഉറങ്ങുന്നവൻ എങ്ങനെ അറിയുവാനാണ്? കാര്യം മനസ്സിലാക്കിയവൾ തന്റെ പണികളെ മുഴുകി. ഏകദേശം 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴേക്കും ജോഗിങ്ങിന് പോകാനുള്ളവർ താഴേക്ക് വന്നിരുന്നു. മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടപ്പോൾ തന്നെ വന്നിട്ടുള്ളത് ആരാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവരും ആവുന്നത്ര അവനെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും ബലം മാത്രം ഉണ്ടായില്ല. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് കോലം വരയ്ക്കുന്ന ദേവുവിനെ അർജുനൊന്ന് പാളി നോക്കി. മനസ്സിൽ നിറയെ പ്രണയമാണ് അവളോട്. എങ്ങനെ അവളോട് തന്റെ ഇഷ്ടം പറയും? അതിനു മാത്രം അവന് ഒരു ഉത്തരവില്ലായിരുന്നു. ഇഷ്ടമാണെന്ന് പരസ്പരം അറിയാമെങ്കിലും പങ്കുവയ്ക്കുവാൻ ഒരു മടി. അവളുടെ സാഹചര്യം അറിയുന്ന ഞാൻ തന്നെ അവളോട് ഈ അവസ്ഥയിൽ എങ്ങനെ പറയും? അഗ്നി വരട്ടെ, അപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമാക്കും. മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി അവൻ ആ നാട്ടുവഴികളിലൂടെ ജോഗിങ്ങിൽ ഏർപ്പെട്ടു. ജോഗിങ് കഴിഞ്ഞു വന്നവർ ഒന്നുകൂടി ഉണർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. AC ഇട്ട് പാട്ടും കേട്ട് സുഖമായി കിടന്നുറങ്ങുന്ന ആളിനെ എങ്ങനെ ഉണർത്തും? അവർ ഫ്രഷാകാനേ മുകളിലേക്ക് പോയി. അവർ താഴെ വന്നിട്ടും അഭിമന്യു ഉണർന്നില്ല. അർജുൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഉറക്കമുറിഞ്ഞ ദേഷ്യത്തോടെ ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് താൻ എവിടെയാണെന്നുള്ള ബോധം അവന് വന്നത്. സീറ്റ് നേരെയാക്കി വണ്ടിയുടെ മുൻഗ്ലാസിൽ നോക്കിയപ്പോൾ കണ്ടു വണ്ടിക്കകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവരെ. ഒരിളിയോടെ കാർ ഓഫ് ചെയ്തു. ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഒന്ന് മൂരി നിവർന്നു. മൊത്തത്തിലായിട്ട് മനയെ ഒന്ന് നോക്കിക്കണ്ടു അവൻ. വാവ്, നൈസ് സെലക്ഷൻ ഹിയർ. അർജുന്റെ തോളത്ത് മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് അവനെ അഭിനന്ദിച്ച് അഭിമന്യു പറഞ്ഞു. അതിനു മറുപടിയൊന്നും പറയാതെ അർജുൻ ഒന്ന് ചിരിച്ചു. എന്തുറുക്കുമായിരുന്നടാ, ഇനി ഇത്ര തവണ വിളിച്ചു? അതിർവ് അവന്റെ തോളത്തൊന്ന് ഇടിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നു മക്കളെ, ഞാൻ തനിയെ ഡ്രൈവ് ചെയ്തു വന്നതാ, അല്ലാതെ ഫ്ലൈറ്റ് പിടിച്ചല്ല വന്നേ. അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാകും. മനു ക്ഷീണത്തോടെ അവരെ നോക്കി. മതി ഒന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ആദ്യം വയറ്റിലോട്ട് വല്ലതും പറഞ്ഞു വിടട്ടെ, എന്നിട്ട് ഫ്രഷ് ആകാം. ഈ ഓണം കയറാൻ മൂലയിൽ വന്നിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയിട്ടൊരു ടീ സ്റ്റാൾ പോലും കണ്ടില്ല. ഐ എം സോ ഹംഗ്രി. ഫുഡ് എവിടെ കിട്ടും? അഭിമന്യു വയറ് തടവിക്കൊണ്ട് ചോദിച്ചു.
മനു, ഇത് നമ്മുടെ സിറ്റി പോലെയല്ല. ഇവിടെ കുറച്ച് നിഷ്ഠകളൊക്കെ ഉണ്ട്. നിന്നെക്കൊണ്ട് പാലിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നിന്നോട് വരണ്ടാന്ന് പറഞ്ഞത്. അജു കുറച്ച് ദേഷ്യത്തോടെ മനുവിനെ ഓർമ്മിപ്പിച്ചു. അവന്റെ പെരുമാറ്റത്തിൽ ചെറിയ വിഷമം തോന്നിയിരുന്ന അഭിമന്യുവിന്. എല്ലാവരും ചേർന്ന് കാറിൽ നിന്നും ബാഗ്സൊക്കെ എടുത്ത് മുകളിലേക്കുള്ള പടവുകൾ കയറി. ഒരു ഓട്ടക്കുളി പാസാക്കി വയറും തടവി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുവാനായി താഴത്തേക്ക് ഇറങ്ങി പോയപ്പോഴാണ് കിച്ചണിലേക്ക് ഫുഡ് എടുക്കാൻ പോകുന്ന ദേവുവിനെ മനു കാണുന്നത്. തിരിഞ്ഞു നടന്നത് കാരണം നിതംബം മറിഞ്ഞു കിടക്കുന്ന ദേവുവിന്റെ മുടിയാണ് മനു കണ്ടത്. അമ്മേ, യക്ഷിയാണോ പോയത്? പഴയ തറവാടുകളിലൊക്കെ യക്ഷികളും മറ്റും ഉണ്ടാവുന്ന കേട്ടറിവ് മനു ഓർത്തെടുത്തുകൊണ്ട് ചോദിച്ചു. അത് യക്ഷിയും ഭൂതമൊന്നുമല്ല, ഇവിടുത്തെ കുട്ടിയാണ് ദേവു. ശിവ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും നടന്ന് ഊണുമുറിയിലെത്തി. ദേവു അവിടെ ഫുഡ് എടുത്ത് വെക്കുന്നുണ്ട്. മനു അപ്പോഴാണ് അവളുടെ മുഖം കണ്ടത്. അവൻ ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവളെ നോക്കി നിൽക്കുന്നത് കണ്ട് ശിവ അവന്റെ കാലിൽ ഒരു ചവിട്ട് കൊടുക്കും. ഓർക്കാപ്പുറത്ത് കിട്ടിയ ചവിട്ടിൽ മനു ഒന്ന് അലറിപ്പോയി. ദേവുവും ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. കാലം മടുത്താൻ തോന്നും അല്ലട മനു? ശിവ അവനെ ആക്കിയൊന്ന് ചോദിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന അർത്ഥത്തിൽ അവൻ ശിവയൊന്ന് നോക്കി. ആ അതെ, പെട്ടെന്ന് കാലും അടുത്തു. മനു ഒന്ന് ഇരുത്തി പറഞ്ഞു. കൂവാൻ പേടിച്ചു മറന്നുപോയ മനുവിന്റെ പൂവൻകോഴികൾ വീണ്ടും ദേവുവിനെ കണ്ട് പൂർവാധികം ശക്തിയോടെ കൊക്ക് നേരെയാക്കി. ഹായ്, ഐ എം അഭിമന്യു. യു ക്യാൻ കോൾ മീ മനു. തന്റെ കൈ ദേവുവിന്റെ കൈയോട് അവൻ നീട്ടി. ദേവു തിരിച്ച് കൈ കൊടുക്കാൻ വന്നതും പിന്നെ പരിചയപ്പെടാൻ ദേവു അവൻ വിശന്നിരിക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവ വീണ്ടും ഇടങ്ങേറിട്ടു. അത് കേട്ട് ദേവു അവനെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു. തന്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയ ദോശയും ചട്നിയും സാമ്പാറും കണ്ട് മനു ദയനീയമായിട്ട് അടുത്തിരുന്ന ആദിയെ നോക്കി. രാവിലെ നോൺ വെജിൽ പ്രാതൽ തുടങ്ങുന്നവനാണ് ദോശയും പിടിച്ച് ദയനീയമായി നോക്കുന്നതെന്നോർത്ത് ആദിക്ക് ചിരി വന്നുപോയി. ഇവിടെ ഇതൊക്കെ കിട്ടൂ മോനെ, വേഗം കഴിച്ചിട്ടെണീറ്റ് പോ. ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളൂ. ആദ്യം അതേ ചിരിയോടെ പറഞ്ഞു. ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പറയടാ. ഈ പച്ചക്കറി എങ്ങനെ കഴിക്കുന്നേ എന്ന് പറയുന്നവനെ ആദ്യം കണ്ണു തുള്ളിയെ നോക്കി. ഇവൻ എന്നെ പൊട്ടനാ ദൈവമേന്ന്. എടാ ഭൂതമേ, ഇവിടെ നോൺ വെജ് കിട്ടൂല, ഒള്ളി വെജിറ്റേറിയൻ ഫുഡ്. ആദ്യം അവനെ നോക്കി പല്ല് കടിച്ചു പതിയെ പറഞ്ഞു. ഞാനതിന് മുട്ടയല്ലേ ചോദിച്ചത്, അതിനിപ്പോ എന്താ? മനു ആദ്യെ തറപ്പിച്ചു നോക്കി. എടാ, മുട്ട നോൺ വെജ് അല്ലേ? ആദിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ആണോ? ആണല്ലേ, എനിക്ക് വിശക്കുന്നു, ഇതൊക്കെ എങ്ങനെ കഴിക്കാനടാ? ദയനീയമായി അവൻ ആദ്യെ നോക്കി. കണ്ണടച്ച് കഴിച്ചോടാ, ആദ്യം അവനോട് പറഞ്ഞു. അവൻ ആദ്യം ഒന്ന് നോക്കി. ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ മിതു ഓടി കിതച്ചുകൊണ്ട് അവിടെ എത്തി. മനുവിന്റെ കണ്ണുകൾ മിതുവിനെ കണ്ടുവന്ന് തിളങ്ങി. അത് ശ്രദ്ധിച്ച് ശിവയുടെ കണ്ണുകൾ ചുരുങ്ങി. ഓ ഗോഡ്, ഇവിടെ എല്ലാം ചിക്സ് ആണല്ലേ? മനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവുവിനെയും മിതുവിനെയും മാറി മാറി നോക്കി. മിതു, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദേവു അവളെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഏയ്, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വൈശേട്ടനും ഉണ്ട്. മിതു ഇത് പൊതുക്കി പറഞ്ഞു. എന്നിട്ട് ഏട്ടനെവിടെ? വൈശാഖിനെ കാണാതെ ദേവു ചോദിച്ചു. മേലത്തെ അരുണേട്ടനെ കണ്ടിരുന്ന വഴിയിൽ. ഏട്ടനോട് പഠിച്ചതല്ലേ? അവർ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഓടി ഇങ്ങി വന്നു. പറയുന്ന കൂട്ടത്തിൽ തന്നെ വീക്ഷിക്കുന്ന അപരിചിതമായ മുഖം മിത്തു കണ്ടത്. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ. ഐ എം അഭിമന്യു അശോക്. യു ക്യാൻ കോൾ മീ മനു. തൻ്റെ നേർക്ക് കൈകൾ നീട്ടിക്കൊണ്ടു വരുന്നവനെ കണ്ട് മിത്തുവും അവന് കൈകൾ കൊടുത്തു. മിത്തുട്ടി, ഹീസ് മൈ കസിൻ. അർജുൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു. അപ്പോഴേക്കും വൈശാഖ് അവിടേക്ക് എത്തിയിരുന്നു. വൈശാഖ് എല്ലാവർക്കും കൈകൾ കൊടുത്ത് വിഷ് ചെയ്തു. വാസുദേവനും അവിടെയുണ്ട്. അർജുൻ, ഞാൻ നാളെ പോകുന്ന കാര്യം സംസാരിക്കാനാണ് വന്നത്. നിങ്ങൾ ഓക്കെ ആണോ? ഇനിയും നീണ്ടുപോയാൽ എനിക്ക് ലീവ് കിട്ടില്ല. വൈശാഖ് അർജുനോട് ചോദിച്ചു. ഏയ് ഇല്ല, നമ്മൾ ഓക്കെയാണ്, അജു പറഞ്ഞു. ഇവർക്ക് എന്ത് തേങ്ങയാണ് പറയുന്നതെന്നറിയാതെ മനു എല്ലാവരെയും നോക്കി. എങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല. വൈശാഖ് പോയിട്ട് ചോദിക്കാമെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. എങ്ങനെയാണ് പോകുന്നത് അവിടേക്ക്? ആദ്യം വൈശാഖിനോട് ചോദിച്ചു. നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്യാം, പിന്നെ എൻ്റെ വണ്ടിയുമുണ്ട്. വൈശാഖ് അവനോട് പറഞ്ഞു.
വേണ്ട, ഇവിടെ ഓൾറെഡി ഞങ്ങൾ വന്ന കാറും മനുവിൻ്റെയും ഉണ്ട്. ഈസി ആയിട്ട് പോയി വരാമല്ലോ. വെറുതെ എന്തിനാ ടാക്സി വിളിക്കുന്നത്? അർജുൻ അവനോട് ചോദിച്ചു. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാ മോനെ. ഇപ്പൊ തന്നെ കുറച്ച് അധികമായി ബുദ്ധിമുട്ടിക്കലുകൾ, വാസുദേവൻ പറഞ്ഞു നിർത്തി. അവർ സംസാരിക്കുന്നതിനിടയിൽ മിതു ശിവയും കണ്ണുകൊണ്ടുള്ള ആക്ഷനിലാണ്. ശിവ കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് വാന്ന് അവളോട് പറയുന്നുണ്ട്. ആരും അറിയാതെ ശിവയും മിത്തുവും മുകളിലേക്ക് വലിഞ്ഞു. മിത്തുവിനെ വായി നോക്കി നിന്ന ഒരാളും അവളെ ഫോളോ ചെയ്ത് അവളുടെ പിറകിന് പോയി. ആദ്യം ശിവ മുകളിലേക്ക് ഓടിക്കേറിപ്പോയി. പിറകെ പോയ മിത്തു അവനെ കാണാതെ അവിടെ തിരികെയാണ്. ടാ മരപ്പട്ടി! അവിടെ നിന്ന് കയ്യും കണ്ടും കാട്ടി മുകളിലേക്ക് വരുത്തിച്ചിട്ട് നീ ഇതെവിടെ പോയി കിടക്കുവാ? മിത്തു ശബ്ദം കുറിച്ച് പിറുപിറുത്തു. ഒരു വേള അവളുടെ കാതിലായി ഒരു ചൂട് നിശ്വാസം പതിഞ്ഞു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ പരിചിതമായവന്റെ സാമീപ്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവന്റെ ചുണ്ട് അവളുടെ പിൻകഴുത്തിലായി മുദ്രണം ചാർത്തിയപ്പോൾ അവൾ അറിയാതെ തന്നെ വിളിച്ചു, ശിവേട്ട. ആ പ്രണയച്ചൂടിൽ അലിഞ്ഞു ചേർന്നവനും അവന്റെ പ്രിയപ്പെട്ട അവളും. ഇതൊക്കെ കണ്ട് കണ്ണിന് ഫ്യൂസായി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാതെ കിളികൾ പറത്തി മറ്റൊരാളും. കൊടൈക്കനാലിന്റെ ഒരു വ്യൂ പോയിന്റിൽ ഒരു യുവാവും പെൺകുട്ടിയും. അവരുടെ കളിച്ചിരികൾ ഇവിടെ മുഴുങ്ങുന്നുണ്ട്. കൊക്കയിലേക്ക് ചാഞ്ഞുള്ള ഒരു മരം കാട്ടി യുവാവ് അവളെ അവിടേക്ക് പോകുവാൻ ക്ഷണിച്ചു. തന്റെ മൊബൈൽ ഫോണ് അവൾക്കായി നൽകി അവൻ ആ മരച്ചിലയിൽ കയറി. മരക്കും പൊടിഞ്ഞ് അവൻ ആ കൊക്കയിലേക്ക് പതിച്ചു. മൂടൽമഞ്ഞ് അവനെ മായ്ച്ചു കളഞ്ഞു. സ്ലീപ്പിംഗ് പിൽസിന്റെ ബലത്തിൽ ഉറങ്ങിപ്പോയപ്പോൾ നിയന്ത്രണവിധേയമല്ലാത്ത ഹൃദയമിടിപ്പോടെ അലറിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഒപ്പം അവൾ വംശിയേട്ടാന്ന് ഉറക്ക വിളിച്ചു. അവളുടെ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്നും സ്റ്റെല്ല ഓടി വന്ന് അവൾക്കരികിലായിരുന്നു. അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം, അബിയുടെ ശരീരത്തിന്റെ വിറയിൽ തന്റെ ശരീരത്തുകൂടി അറിയുന്നത് സ്റ്റെല്ല അറിഞ്ഞു. അവളെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയാതെ ആ വളർത്തമ്മയുടെ ഹൃദയവും മിങ്ങി. അവരവളെ ശാന്തമാക്കാൻ എന്ന പോലെ അവളുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. തലേന്ന് കഴിച്ച സ്ലീപ്പിംഗ് പിൽസിന്റെ എഫക്റ്റിലോ ക്ഷീണം കൊണ്ടോ അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണുപോയി. എല്ലാവരുമായി സംസാരിക്കുന്നതിനിടയിലാണ് അർജുന്റെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേ തെളിഞ്ഞു കണ്ട പേര് കണ്ട് അവനൊന്ന് ഭയപ്പെട്ടു. അവിടെ നിന്നൊന്ന് മാറി അവൻ ആ കോൾ എടുത്തു. സ്റ്റെല്ലാൻറ്റി, അവൻ ചെറിയ ഭയത്തോടെ കോൾ ആൻസർ ചെയ്തുകൊണ്ട് വിളിച്ചു. അജുമോനെ, അഭിക്കുഞ്ഞ് ഇന്നും കരച്ചിലായിരുന്നു. ആകെ ഞെട്ടി വിറച്ച് വിയർത്ത്. ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി മോനെ, അവർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. അവൾക്ക് വീണ്ടും ഉറക്കമില്ലാതെ ആയോ ആൻറ്റി? അവൻ അവരോട് ചോദിച്ചു. ഉറക്കമില്ലായിരുന്നു മോനെ. പിന്നെ ഞാൻ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് അന്ന് പ്രിസ്ക്രൈബ് ചെയ്തു തന്ന മെഡിസിൻ കൊടുത്തു. അതിൻ്റെ ബലത്തിലായിരുന്നു ഉറക്കം. പക്ഷെ ഉറക്കം വിട്ട് എഴുന്നേറ്റിട്ട് കുഞ്ഞ് മൂഡ് ഓഫ് ആയിരുന്നു. ബാൽക്കണിയിൽ പോയി വെറുതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കും. എനിക്കിനിയും വയ്യ മോനെ. എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ബലം കൂടി ചോർന്നു പോകുന്നു. അവർ വിതുമ്പിപ്പോയിരുന്നു. അവളുടെ ഈ വിഷമസന്ധി താൽക്കാലികം മാത്രമാണെന്നൊരു ഉറപ്പ് അവനുണ്ടായിരുന്നു. എന്നാൽ മറിഞ്ഞിരിക്കുന്ന ശത്രുവായിരുന്നു തിരിച്ചറിയാതെ അവരോടൊന്നും പറയാൻ അവനാകുമായിരുന്നില്ല. എങ്കിലും അഗ്നി ജീവിച്ചിരിപ്പുണ്ടെന്ന ഉറപ്പ് അവന് സമാധാനം നൽകി. സ്റ്റെല്ലാൻറ്റി, അവൻ വിതുമ്പിക്കൊണ്ടിരിക്കുന്നവരെ സമാധാനപൂർവ്വം വിളിച്ചു. മറു സൈഡിൽ നിന്നും കരച്ചിച്ചീലുകൾ മാത്രം അവന് കേൾക്കായിരുന്നു. സ്റ്റെല്ലാൻറ്റി വിഷമിക്കണ്ട. ഈ അവസ്ഥയ്ക്ക് എന്നേക്കുമായിട്ടൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ വിഷമനാളുകൾ വളരെ കുറച്ചുനാൾ മാത്രമേ ഉണ്ടാകൂ. പിന്നെയുള്ളത് സന്തോഷത്തിന്റെ മാത്രം ദിവസങ്ങളായിരിക്കും. അർജുൻ ഉറപ്പോടെ പറഞ്ഞു നിർത്തി. അർജുന്റെ ആ വാക്കുകൾ അവരിലും പ്രതീക്ഷ നിറച്ചു. പ്രണയം അതരങ്ങളിലൂടെ കൈമാറിയവർ കുറച്ചു സമയത്തെ അതരപാനത്തിനൊടുവിൽ കിതപ്പൊടുങ്ങാതെ ശരിയെ പിടിച്ച് തള്ളി നാണത്തോടെ പടികൾ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ കണ്ട് താഴേക്കിറങ്ങുന്ന പടവുകളുടെ അടുത്തായി വായും തുറന്നു നിൽക്കുന്ന മനുവിനെ. ആകെ ചോളിപ്പോയവൾ നാണവും ചമ്മലും കലർന്ന മുഖത്തോടെ താഴേക്ക് പടവുകൾ ഓടിയിറങ്ങിപ്പോയി മിത്തു. അവളുടെ പുറകെ ഓടി വരുന്നവനും കണ്ടിരുന്നു കിളി പോയി നിൽക്കുന്ന മനുവിനെ. അവനെ കണ്ടെന്ന് പിന്തിരിഞ്ഞു പോകാൻ നിന്നവനെ അഭിമന്യു ഉറക്ക വിളിച്ചു. ഡാ ശിവ. ചമ്മിയ മുഖത്തോടെ അവൻ
മനുവിൻ്റെ അടുത്തേക്ക് വന്നൊന്ന് നിന്നു. ഇവിടെ എന്താ ശിവ നടക്കണേ? മനു ആശ്ചര്യത്തോടെ ശിവയോട് ചോദിച്ചു. ഇവിടെ എന്ത് നടക്കാൻ? അവൾ എന്നോടെന്തോ ചോദിക്കാൻ വന്നതാ. അവൻ നുണ പറഞ്ഞ് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ നീ അവളെ ഇപ്പൊ പഠിപ്പിച്ചേ? മനു ഒരു പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. കണ്ടു അല്ലേ? നല്ല വൃത്തിയായി കണ്ടു. ഞാനൊക്കെ എന്നാണാവോ ഇനി. ഞാനിങ്ങനെ മൂക്കി പല്ലുവന്നു നിന്നു പോവേ ഉള്ളൂ. വിഷമത്തോടെ പറയുന്നവനെ കണ്ട് ശിവ ചിരിച്ചുപോയി. ഇവിടെ ഇത്ര നല്ല കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടി അന്നേ വണ്ടി കയറിയനെ. മനു കുറിച്ച് നിരാശയോടെ പറയുകയാണ്. അവിടെ ഓഫീസിൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനാ എൻ്റെ മനുവേ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കളക്ഷൻ എടുക്കുന്നേ? ശിവ ഇഷ്ടപ്പെടായികയോടെ ചോദിച്ചു. ഓ, ചുറ്റും CCTV പോലെ ആരെങ്കിലും ഉണ്ടാകും. ഡാഡി, അങ്കിള്, അല്ലെങ്കിൽ PA. എന്തിനു പറയണം, അവിടുത്തെ സ്റ്റാഫിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ? പക്ഷേ അവിടെ ഉള്ളതൊന്നും അല്ല എൻ്റെ ശിവ. ഈ നാച്ചുറൽ ബ്യൂട്ടി, അത് ഞാൻ ഇവിടെയാണ് ആദ്യമായി കണ്ടത്. എന്താ ഭംഗി! ഈ കുട്ടിയെ നീ അടിച്ചെടുത്ത സ്ഥിതിക്ക് ഇതെന്റെ പെങ്ങള്. മറ്റേ കുട്ടിയില്ലേ, അതിന് ഞാൻ ഏറ്റു. എന്താ ഒരു ഭംഗി! നല്ല വിടർന്ന് ഉണ്ട കണ്ണും നീണ്ട മൂക്കും. മുടി കണ്ടില്ലേ, ചില പഴയ സിനിമയിലെ യക്ഷിയെ പോലെ. എന്താ നിറം! പണ്ട് കേട്ട കഥയിലെ അപ്സരസാണോടാ അത്? ദേവുവിനെ വർണ്ണിക്കുന്ന കേട്ടിട്ട് ശിവയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഡാ, നിന്റെ കോഴിത്തര ഇവിടെ നിർത്തിക്കോണം കേട്ടല്ലോ. അർജുൻ അറിഞ്ഞാൽ നിന്നെ അപ്പം തന്നെ തിരിച്ചയക്കും. ശിവ അവനെ ഓർമ്മിപ്പിച്ചു. പിന്നെ ഞാനിപ്പോൾ പോണു. ഒന്ന് പോടാ, ഞാനിനി എങ്ങോട്ടും ഇല്ല. ആ വിശ്വാമിത്രന് പെണ്ണും പിടക്കോഴി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവരും അങ്ങനെ നടക്കണം. ആ സുന്ദരിയുടെ കാര്യം ഞാൻ ഏറ്റുമോനെ. ഞാനിപ്പോൾ താഴേക്ക് ചെന്ന് എൻ്റെ മിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒറ്റക്കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് മൂളിപ്പാട്ടും പാടി പടികളിറങ്ങി പോകുന്നവനെ നോക്കി ശിവ അത്ഭുതത്തോടെ നിന്നു. ഇവൻ അർജുന് പണിയാക്കും, ശിവ മനസ്സിൽ ചിന്തിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.